ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. അന്ത്യവിധി നാളില് ഈശോ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക അല്ലെ. അന്ത്യവിധി നാളില് വലതുവശത്തിരിക്കുന്നവരോട് ദൈവം പറയുന്ന ഒരു കാര്യത്തെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവേൻ. സ്നേഹമുള്ളവരെ, ഈ ഒരു വിളി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടമുണ്ടല്ലേ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് ആ സന്തോഷത്തിൽ പങ്കെടുത്ത് വിരുന്ന് ആസ്വദിക്കണമെന്നുള്ളത്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ത്യവിധി നാളില് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ടല്ലേ. ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് പഠിച്ച് ഉത്തരം കൊടുത്താൽ മാത്രം മതി അന്ത്യവിധി നാളില് ഈശോയുടെ ഒപ്പം ഇരിക്കാനായിട്ട് പറ്റും. ചോദ്യം എന്താണ്? ഞാൻ വിശക്കുന്നവനായിട്ട് വന്നു, ദാഹിക്കുന്നവനായിട്ട് വന്നു, ഞാൻ നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? ഇതാണ് എൻ്റെ ദൈവം അന്ത്യവിധി നാളില് എന്നോട് ചോദിക്കാനായിട്ട് പോകുന്ന ചോദ്യം. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ അവന്റെ ഒപ്പമിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കാറുണ്ട്. ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ളവരില് ദൈവത്തെ കാണാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക. പല വിദ്വേഷവും പകയും എൻ്റെ ഉള്ളില് ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ആരോടും വിദ്വേഷം ഉണ്ടാവരുത്. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്യാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഒത്തിരി പേര് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ടല്ലേ. ഈ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു ചിന്ത പണം കൊടുക്കുക എന്നുള്ളത് അല്ലെ. പണം കൊടുക്കുന്നത് മാത്രമല്ല ഈ സഹായം എന്ന് പറയുന്നത്, മറിച്ച് മറ്റുള്ളവരെ വേദനിച്ചിരിക്കുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചാല്, ഒന്ന് അവന്റെ കൂടെ ഇരുന്ന് അവന്റെ കരമൊന്ന് മുറുകെ പിടിച്ചാല് അവന് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. അത് മതി. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് മാറുന്നത്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യണം കേട്ടോ. അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, എൻ്റെ സമയമായിക്കൊള്ളട്ടെ, അവയൊക്കെ സന്തോഷത്തോടുകൂടി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ ഈ ലോക ജീവിത യാത്ര പൂർത്തിയാവുന്നത്, യഥാർത്ഥ ക്രൈസ്തവനായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട് അവന് സഹായം ചെയ്യുമ്പോൾ ദൈവത്തിന് തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവരെ ദൈവത്തെ കാണുവാനായിട്ട് സന്തോഷത്തോടുകൂടി അവരെ സഹായിച്ചുകൊണ്ട് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് അവന്റെ സന്നിധിയിൽ അവന്റെ ഒപ്പം ഇരുന്ന് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.